ഹേ ഗൈസ്, എന്തല്ല, ഞങ്ങളിന്നൊരു ട്രാവലിങ്ങിലാണ്. അരുക്കുറ്റി അല്ല, പെരുമ്പാവൂർ ടു അരുക്കുറ്റി. ഞങ്ങൾ അരുക്കുറ്റി എന്ന് വെച്ചാൽ എൻ്റെ താത്താടെ വീടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കൊരു വർക്കുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. നല്ല രസമല്ലേ മേഘമൊക്കെ കാണാൻ. ഇങ്ങനെ അനന്തതയിൽ കിടക്കുന്നു. അനന്തത മീൻസ് ഇൻഫിനിറ്റിയിൽ കിടക്കുന്നു. സിദാൻ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിട്ടോ. അവന് കാറിൽ കയറി ഉറങ്ങാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദി ജൂസ് വ്ളോഗ്. അപ്പോൾ തമിഴ് ഡ്രൈവിങ്ങിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അരുക്കുറ്റി പാലം, അരുക്കുറ്റിയല്ല അരൂരെത്താനായി. അരൂർ നല്ല ബ്ലോക്ക് ഉണ്ട്, അവിടെ പണിയൊക്കെ നടക്കണോണ്ട്. അപ്പോൾ പയ്യാണ് പോകുന്നത്. കണ്ട, ഒരു വണ്ടി വരുമ്പോൾ മറ്റു വണ്ടി സ്ലോ ആവും. അങ്ങനെ ഞങ്ങൾ ഏകദേശം അരുക്കുറ്റി എത്തി. അരുക്കുറ്റിയിൽ നിന്ന് വേറെ റോഡ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് പോയി. അവിടെ ബ്ലോക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അവൾക്ക് മെഡിക്കൽ ഷോപ്പാണുള്ളത്. സുധാൻ ചെന്ന ഉടനെ സ്ട്രോളറിലിരുന്ന് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കണേണ്. ഇവിടെ വന്ന ഉടനെ ഞങ്ങൾ ആദ്യം ഒന്ന് മെഡിക്കൽ ഷോപ്പ് വിസിറ്റ് ചെയ്യും. മെഡിക്കൽ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഒരു ഉച്ചയായപ്പോൾ അവൾ അടുത്ത് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇലയിലാണ് കേട്ടോ കഴിച്ചാൽ. അവിടെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഇലയിൽ ഭക്ഷണം കഴിച്ചു. വേറെ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഴിമന്തി കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സിദാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. അപ്പോഴേക്കും എസ്സ വന്ന്. എസ്സ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ, മെഡിക്കൽ ഷോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ ആൾ ഭയങ്കര വികൃതി ആയതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഒരു അംഗൻവാടിയിൽ, അടുത്ത് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അംഗൻവാടി ചേർത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുന്ന ഷോപ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അടുത്ത് തന്നെയുള്ളൊരു അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ ചെയ്തിട്ടുള്ള കാണിക്കലാണ്. 2 കുട്ടികളായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലണ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവരെ മെരുക്കണം, അതനുസരിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണം. ഞങ്ങൾ നല്ല സംസാരത്തിലായിരുന്നു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത്, അങ്ങനെ ഒരുമിച്ച് പുറത്ത് പോണത്. ഞാൻ എൻ്റെ 7ാം മാസത്തിൽ എന്താണ് ഞങ്ങൾ ഫോറം മാളിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ എങ്ങോട്ടും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങൾ ഉമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ കാക്കമാരായിട്ടും മാമന്മാരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത ആ ടൈമുകളാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കുറേ പേര് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ പറഞ്ഞിരുന്നു. അതിന് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഞാനൊരു ലൈം ജ്യൂസിൽ അവസാനിപ്പിച്ചു. അടുത്ത് തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം. ക്യാമറയുടെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നും പറയരുത്, കാരണം ഇതെൻ്റെ ഫോണിൽ നിന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോൺ അപ്പോഴേക്കും ഡെഡായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്കും ഡെഡായി, പിന്നെ ചാർജ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എടുക്കണത് ഇക്കാക്കയുടെ ഫോണാണ്. ഫോണിൻ്റെ ക്വാളിറ്റി എന്നിട്ട് ഐഫോണാണെന്ന് തോന്നുന്നുണ്ടോ, ഐഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ആച്ചും ഞാനും കാറിന് വന്നു. ഷമീർ കാക്ക ബൈക്കിനും പോന്നു. എസ്സ ഒട്ടും സമ്മതിക്കണ്ടായിരുന്നില്ല, കാരണം എസ്സാക്ക് അബ്ബാനെ വിട്ട് പോരാൻ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എസ്സ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ഇരുന്ന് സ്റ്റേ. അവർക്കത്തിൽ നിന്ന് എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, ഡിസംബർ ആയതുകൊണ്ടും. പിന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ നല്ല മരങ്ങളുണ്ട്, കുളമൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ്, ഫാനിൻ്റെ ആവശ്യമേ വന്നില്ല. ഇവിടെ കൂളറൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും ആവശ്യം വന്നില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലാട്ടില്ല. ഇവിടെ നല്ല ചൂടാണ്, റോഡിൻ്റെ ചൂടടിക്കുന്നത് കൊണ്ട് തന്നെ ഫാനില്ലാണ്ട് എനിക്ക് കിടക്കലേ നടക്കില്ല. പക്ഷെ ഇവിടെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം മൂക്കൊക്കെ ഒന്ന് അടഞ്ഞു, മൂക്കും തൊണ്ടയൊക്കെ ഒന്ന് അടഞ്ഞു. നല്ലൊരു മോർണിംഗ് ആയിരുന്നു. നന്നായിട്ട് കിടക്കാൻ പറ്റി. കുറേ ദിവസങ്ങൾക്ക് ശേഷം നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം നമുക്കിനി ചായയൊക്കെ കുടിച്ചിട്ട് വരാം.
ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണേണ്, വീട്ടിൽ നിന്ന് ഇറങ്ങണേണ് ഷോപ്പിലേക്ക്. കാക്ക വർക്കുണ്ട്, അപ്പോൾ വർക്കിന് പോവും. ഇവിടെ അടുത്ത് കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, വേണ്ടോ കുളം, എൻ്റെ ബാക്കിൽ കണ്ടാണ് കുളം. എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ, ഒരു വലിയ പറമ്പിലൊരു വീട്, കുളം ഒക്കെ അടിപൊളി ആംബിയൻസാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. അവളുടെ വീടിൻ്റെ അങ്ങോട്ട് കാറ് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് അപ്പോൾ കാറ് പാർക്ക് ചെയ്തത്. ഇവളുടെ ഈ വീടിൻ്റെ തൊട്ട് പുറകിലാണ് താത്താടെ വീട്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, കാണാനും അവിടെ ചെടികളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അതിൽ എണീറ്റ് മുറ്റമൊക്കെ അടിച്ചെന്ന് തോന്നുന്നു. നല്ല രസത്തിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോരം ഭയങ്കര പാടായിരിക്കും. ഞങ്ങളിനി ഇവിടുന്ന് ഷോപ്പിലേക്കാണ് പോണത്. അത് കഴിയുമ്പോൾ ഇക്കാടെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണം, പെരുമ്പാവൂരിലേക്ക്. അപ്പോൾ എസ ഫസ്റ്റ് തന്നെ കയറി ഫ്രണ്ട് സീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അവളെ മടിയിലിരുത്തിയിട്ടാണ്. അപ്പോൾ അബ്ബ നേരത്തെ പോയെന്നും പറഞ്ഞ് അതിൻ്റെ സങ്കടമുണ്ട്. എസാന അങ്കൻവാടി തന്നെ ആക്കും. പിന്നെ ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്കൻവാടിയിലാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്കൻവാടി അടിപൊളിയാണ്, കാരണം ഒരു വലിയ തറവാട്, സൈഡിലൊരു പുര, പിന്നെ ഒരു കാവ് ഒക്കെ ഉള്ള. ഞങ്ങൾ നേരെ ആദ്യം അങ്ങോട്ട് പോകണം, എന്നിട്ട് അവിടെ ഇസാന ആക്കിയിട്ടാണ് ഇനി ഞങ്ങൾ ഷോപ്പിലേക്ക് പോവുള്ളൂ. ഇസാടെ അങ്കൻവാടിയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാക്ക ഞങ്ങൾ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. അപ്പോൾ ഇന്ന് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. വേറൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ബൈ ബൈ.